രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധനായി മാറിയിരിക്കുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അനീതി ചൂണ്ടിക്കാണിക്കുന്നവർക്ക് പോലും അനീതി നേരിടേണ്ടി വരുന്ന നീതിയില്ലാത്തൊരു കാലം. ലൈംഗിക ആരോപണത്തിൻ്റെയോ ഈ ഗർഭചിത്രത്തിൻ്റെയോ കഥകൾക്ക് പിന്നിൽ രാഹുൽ ഒളിച്ചിരിക്കാൻ വേണ്ടി രാഹുലിന് അഭയം കൊടുക്കുന്നത് പിണറായി വിജയനാണ്. തുറങ്കിലടയ്ക്കണം, ജയിലിലടയ്ക്കണം ഈ സാമൂഹ്യ വിരുദ്ധനെ, ഈ സ്ത്രീ വിരുദ്ധനെ. മര്യാദയ്ക്ക് MLA സ്ഥാനം രാജിവെച്ച് ഈ പാലക്കാട്ടെ സാധാരണ മനുഷ്യരുടെ കളങ്കപ്പെട്ട അഭിമാനത്തിന് അതിന് മുക്തി കൊടുക്കണം. മര്യാദയ്ക്ക് തല്ലുകൊള്ളണമെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാകണം. ഇവനെ പോലുള്ളവന്മാരെ പിടിച്ച് ജയിലിലിട്ട് ഇവൻ്റെ ഈ ലൈംഗിക വൈകൃതത്തെ കുറയ്ക്കാനുള്ള ചികിത്സയ്ക്ക് അയക്കാൻ വേണ്ടി നമസ്കാരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇക്കഴിഞ്ഞ ദിവസമാണ് അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഇതിന് പിന്നാലെ ഗുരുതരമായ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ CPM-ഉം BJP-യും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിന് മുൻപിലേക്ക് എത്തിച്ചേർന്നിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ ഗോകുൽ ഗോപിനാഥ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് BJP? രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധനായി മാറിയിരിക്കുന്നു. ഒരു സാമൂഹ്യ വിരുദ്ധൻ എങ്ങനെയാണ് MLA സ്ഥാനത്ത് തുടരാൻ കഴിയുക? അടിയന്തരമായി കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്ന് MLA സ്ഥാനം രാജിവെക്കുന്ന കത്തെഴുതി വാങ്ങണം. രാഹുൽ എന്തായാലും അത് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അഹംഭാവവും അഹങ്കാരവും കൊണ്ട് എന്തായാലും താൻ മൊത്തം നനഞ്ഞു, ഇനി കുളിച്ച് കയറാം എന്നുള്ള രീതിയിലാണ് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹം ഈ സാമൂഹ്യ വിരുദ്ധനെ തിരിച്ചറിയുകയും ഈ സമൂഹത്തിൻ്റെ എല്ലാ വേദികളിൽ നിന്ന് രാഹുലിനെ മാറ്റി നിർത്തുകയും വേണം. നിങ്ങൾ നോക്കൂ, ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഒരു പെൺകുട്ടി താൻ ക്രൂരമായ പീഡനത്തിനും ഗർഭചിത്രത്തിനും വിധേയമായി എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ സ്ത്രീകളുടെ ഒരു അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മാധ്യമപ്രവർത്തകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അനീതി ചൂണ്ടിക്കാണിക്കുന്നവർക്ക് പോലും അനീതി നേരിടേണ്ടി വരുന്ന നീതിയില്ലാത്തൊരു കാലം. അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാ? നിയമസഭയിൽ നിയമമുണ്ടാക്കുന്ന MLA. അപ്പോൾ നിയമങ്ങൾ, ധാർമ്മികത, കടമ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ ഇതെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ്. ഇത് മുഖ്യമന്ത്രിക്കാണ് കൊണ്ടു കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിയമസഭയിൽ മുഖ്യമന്ത്രി നേതാവായിരിക്കുന്ന നിയമസഭയിലെ അംഗമായിട്ടുള്ള പാലക്കാട് MLA രാഹുൽ, അയാൾക്കെതിരാണ് പരാതി. അപ്പോൾ മുഖ്യമന്ത്രി സ്വമേധയായി പരാതി നേരത്തെ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ മറ്റൊരുപാട് ഇരകൾ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ രാഹുലിൻ്റെ ഒരു പൊതു സ്വഭാവമായി ഇത് മാറുകയാണ്. രാഹുലിൻ്റെ കാര്യം മാത്രമല്ല, കേരളത്തിലൊരു MLA എങ്ങനെയാണ് ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധമായിട്ട് തൻ്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് സ്ത്രീകളെ, അത് മാധ്യമപ്രവർത്തകരേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും സുരക്ഷിതവും ഏറ്റവും ഔന്നത്യമുള്ളതെന്ന് നമ്മൾ പറയുന്നത്, ഏറ്റവും എലൈറ്റ് എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ പോലും നീതി നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇരകളാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ആ ഇരകളെ വേട്ടക്കാരായി അവരെ വേട്ടയാടുന്നതാരാ? നമ്മുടെ നാട്ടിൽ നിയമം ഉണ്ടാക്കുന്നവർ, MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഇതിനെല്ലാം മൗനാനുവാദം നൽകുന്നത് കോൺഗ്രസും CPM-ഉം ഒരുമിച്ചാണ്. രാഹുലിനെ പിന്തുണയ്ക്കുന്നതും രാഹുലിൻ്റെ ചുറ്റും വലയം ചെയ്തിരിക്കുന്ന കേരളത്തിലെ മതമൗലികവാദികളുടെ സംഘത്തിന് സ്പോൺസർഷിപ്പ് നൽകുന്നതും ഈ പറയുന്ന പിണറായി വിജയനും VD സതീശനും ഒരുമിച്ചാണ്. ഇതിൻ്റെ പിന്നിൽ ഈ ലൈംഗിക ആരോപണത്തിൻ്റെയോ ഈ ഗർഭചിത്രത്തിൻ്റെയോ കഥകൾക്ക് പിന്നിൽ രാഹുൽ ഒളിച്ചിരിക്കാൻ വേണ്ടി രാഹുലിന് അഭയം കൊടുക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പാണ്. പിണറായി വിജയനെ അതിൽ പ്രേരിപ്പിക്കുന്നത് 4 വോട്ടിൻ്റെ തിളക്കമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വോട്ടിൻ്റെ തിളക്കം കണ്ട് SDP-യും ജമാഅത്തെ ഇസ്ലാമിയും PDP-യും അടക്കം രാഹുലും അതുപോലെ തന്നെ നമ്മുടെ ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ പുതിയ കോക്കസിന് സംരക്ഷണം കൊടുക്കുന്നു. അവരെ തൊട്ടാൽ അവരെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ CPM-നും എതിരാവും പിണറായിക്കും എതിരാവും എന്ന രാഷ്ട്രീയ പോരാട്ട നാടകത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നും പിണറായി വിജയനും സർക്കാരും LDF-ഉം രാഹുലിനെ സംരക്ഷിക്കുകയാണ്.
തുറങ്കിലടയ്ക്കണം, ജയിലിലടയ്ക്കണം ഈ സാമൂഹ്യ വിരുദ്ധനെ, ഈ സ്ത്രീ വിരുദ്ധനെ. രാഹുൽ, ധാർമ്മികത എന്ന വാക്ക് രാഹുലിനില്ല അല്ലേ? അപ്പോൾ ധാർമ്മികതയുടെ പേരിലല്ല, മര്യാദയുടെ പേരിലല്ല. ജനങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കണമെങ്കിൽ കേരളത്തിൻ്റെ തെരുവുകൾക്കകത്ത് ഒരു ഇന്ത്യൻ പൗരനായിട്ടെങ്കിലും നിങ്ങൾക്ക് നടന്നു പോകണമെങ്കിൽ യുവമോർച്ചയും BJPയും പറയുകയാണ്, മര്യാദയ്ക്ക് MLA സ്ഥാനം രാജിവെച്ച് ഈ പാലക്കാട്ടെ സാധാരണ മനുഷ്യരുടെ കളങ്കപ്പെട്ട അഭിമാനത്തിന് അതിന് മുക്തി കൊടുക്കണം. നിങ്ങളെ ചുമക്കേണ്ട ആവശ്യം പാലക്കാട്ടിലെ ജനങ്ങൾക്കില്ല. നിങ്ങളെ കയറ്റിയിരുത്തി ശീതീകരിച്ച മുറിയിലിരുത്തേണ്ട ആവശ്യം കേരളത്തിലെ നിയമസഭയ്ക്കില്ല. ഇത് ഞങ്ങളുടെ കരം, ഈ നാട്ടിലെ ജനങ്ങളുടെ കരം വാങ്ങി ആ കരം പിരിച്ച് നടത്തുന്ന ഈ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ MLA ആയിരിക്കാൻ, ഞങ്ങളുടെ ജനപ്രതിനിധി ആയിരിക്കാൻ മാങ്കൂട്ടത്തിന് ഒരു രീതിയിലും BJPയും യുവമോർച്ചയും കേരളത്തിന് അനുവദിക്കില്ല. കേരളത്തിനകത്ത് മാങ്കൂട്ടം ഇനി രാജിവെച്ചില്ലെങ്കിൽ കാണാൻ പോകുന്നത് മാങ്കൂട്ടവും കോൺഗ്രസും യുവമോർച്ചയും BJPയും നടത്തുന്ന തീക്ഷ്ണമായ സമര പോരാട്ടത്തിന് നിങ്ങൾ അതിന് ഭാഗമാകേണ്ടി വരും. അതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് തല്ലുകൊള്ളണമെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാകണം. ഇവനെ പോലുള്ളവന്മാരെ പിടിച്ച് ജയിലിലിട്ട് ഇവൻ്റെ ഈ ലൈംഗിക വൈകൃതത്തെ കുറയ്ക്കാനുള്ള ചികിത്സയ്ക്ക് അയക്കാൻ വേണ്ടി പിണറായി വിജയനും തയ്യാറാകണം. അതിന് നിങ്ങൾ മതമൗലികവാദികളുടെ ഫത്വകളുടെ പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ട് നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഇനിയും ഇത്തരത്തിൽ ഇരകൾ നമ്മുടെ മാധ്യമ മേഖലയിലും മറ്റ് കുടുംബങ്ങളിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ തീർച്ചയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽമാരെ സ്പോൺസർ ചെയ്യുന്ന ഈ പറയുന്ന പരിപാടി VD സതീശനും ഷാഫി പറമ്പിലും പിണറായി വിജയനും അവസാനിപ്പിക്കാൻ തയ്യാറാവണം. ഒരു പറ്റം കോൺഗ്രസിലെ നേതാക്കളും അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകനും ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അതായത് ഇര എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു പരാതി ഉന്നയിക്കാൻ, പരാതിയുമായി മുഖ്യമന്ത്രി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനെ ബന്ധപ്പെടാൻ എന്തുകൊണ്ട് വൈകി, അതുകൂടാതെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം, ഈ വിഷയങ്ങളെല്ലാം മറയാക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ ഈ ഒരു പരാതി നൽകിയത് എന്നുള്ള ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. അല്ല, അതിൻ്റെ വൈകലിൻ്റെ സാങ്കേതിക കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. സ്വാഭാവികമായിട്ടൊരു പെൺകുട്ടി ചതിക്കപ്പെട്ട്, വഞ്ചിക്കപ്പെട്ട്, ഉപയോഗിക്കപ്പെട്ട് കറിവേപ്പില പോലെ എടുത്ത് കളയപ്പെടുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഇതെല്ലാ കൊള്ളരുതായ്മയും ഈ ക്രിമിനൽ പരിപാടിയും കാണിച്ച മാങ്കൂട്ടം രാഹുൽ പിന്നെയും അഹംഭാവത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് പ്രകോപിപ്പിക്കുകയാണ് പെൺകുട്ടിയെ. ഒരു രീതിയിലും തനിക്കൊരു ഉളുപ്പില്ല, തനിക്കൊരു മനസ്താപവും ഈ കാര്യത്തിലില്ല എന്ന രീതിയിൽ വലിയ ആഹ്വാനങ്ങളും വലിയ പ്രഖ്യാപനങ്ങളും നടത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി പ്രകോപിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈകി വന്ന വിവേകമായിരിക്കും പരാതി, അല്ലെങ്കിൽ ആ മാനസികാവസ്ഥ ഇപ്പോഴായിരിക്കും അത്തരത്തിലൊരു നിയമ പോരാട്ടത്തിന് സ്വാഭാവികമായിട്ടും മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് നടത്തുന്നില്ല. ഒരു പെൺകുട്ടി താൻ ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു, എന്നെ അത് ചെയ്തത്, എന്നെ ഉപദ്രവിച്ചതു, എന്നെ ഉപയോഗിച്ചത് ഒരു MLA ആണ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന രാഹുലാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് A or B ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനകത്ത് കൃത്യമായി അദ്ദേഹത്തെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് തുറങ്കിലടയ്ക്കണം. MLA സ്ഥാനം രാജി എഴുതി വാങ്ങണം കോൺഗ്രസ്. അയാളെ ജയിലിൽ വിടണം CPM, പിണറായി വിജയൻ. ഇതേ ഉള്ളൂ.